ഞാൻ ഇവിടെ വന്ന എല്ലാ സുഹൃത്തുക്കളും, എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. എല്ലാവരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ജബീം എത്ര വർഷമായിട്ട് അറിയാം? അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നൊരു പത്രപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവർ അവിടുത്തെ ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ടും കിട്ടി, ഇവരവിടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇവർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോഴാണ് ഇവർ ഇത്രയും വലിയ നേതാവാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ ആളുകൾ അറിയാൻ തുടങ്ങിയിട്ട്. പിന്നെ PR വർക്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇന്ന് നേതാവാകാനായിട്ട്. പിന്നെ ലീഡേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, മണി പവറുണ്ട്. അപ്പം ഇതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ അവരെയൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നില എന്നെ പുറത്താക്കിക്കോട്ടെ, ഒരു കാരണമില്ലാതെ പുറത്താക്കിക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ 5 വർഷം രമേശ് ചെന്നിത്തലയോട് തീർത്ത് പറഞ്ഞു, സിമ്മിക്ക് ഒരു സ്പേസ് കൊടുക്കില്ല, സിമ്മിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് വേണമെങ്കിൽ 5 വർഷം മുമ്പ് തന്നെ എനിക്ക് പരാതിപ്പെടാമായിരുന്നു. അത് പരാതിയല്ല, അതിന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടാമായിരുന്നു. സതീശൻ എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞത്, KPCC വൈസ് പ്രസിഡൻ്റായ ഈ DCC അദ്ദേഹമാണല്ലോ VJ പൗലോസിൻ്റെ കാലഘട്ടത്തിലാണ് തുടർച്ചയായി കോതമംഗലത്തെ MLA ആയിരുന്ന ഈ പൗലോസിൻ്റെ സ്ഥിതി ഇതാണ് മോളെ എന്ന് പറഞ്ഞതാണ്. എല്ലാവരും ഉണ്ട് അവിടെ, ഒറ്റയ്ക്കൊന്നും അല്ല പറഞ്ഞത്. ഈ ലിജു അടക്കം സർവ്വ ഭാരവാഹികളുണ്ട്. ചിലപ്പോൾ അതൊക്കെ നിഷേധിക്കുമായിരിക്കും. എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ KPCCയുടെ ഉപാധ്യക്ഷൻ പോലും അവിടെ ഒന്നുമല്ല. അദ്ദേഹം എപ്പോഴും ഒരു ദിവസം ഒരു മനോരമ പത്രത്തിൽ കണ്ടു, അദ്ദേഹത്തെ മീറ്റിംഗ് ഒന്നും അറിയിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷുഭിതനായി. അതായത് വയസ്സായ ആളുകളെല്ലാം വിട്ടു പോകാനാണ് ഇദ്ദേഹം പറയുന്നത്. പ്രായമാണോ ഇവർ കാണുന്ന മാനദണ്ഡം? എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഈ VD സതീശനിൽ മാത്രം ആണോ ഇങ്ങനൊരു വിവേചനം നേരിട്ടത്? മറ്റ് നേതാക്കളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ചൂഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഞാൻ എൻ്റെ പൊതുരംഗത്ത് ഈ ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു നേതാവിനെ കണ്ടിട്ടില്ല. ആളുകളോട് ഒരിക്കലും. രമേശ് ആണെങ്കിലും ഉമ്മൻചാണ്ടി സാറാണെങ്കിലും എന്ത് പൊളൈറ്റാണ്, എന്ത് ഡൗൺ ടു എർത്താണ്. ഒരു ഏഷ്യാനെറ്റ് സാറൊക്കെ ആണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം എണീറ്റ് നിന്നാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു സംസ്കാരമുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെ ആട്ടിപ്പായിക്കുക, വേദനിപ്പിക്കുക, ആളുകളെ കരയിപ്പിക്കുക, ഒരുതരം സാഡിസമാണ്, ഒരു പ്രതികാര ബുദ്ധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞു, എൻ്റെ പരാതി പരിശോധിക്കും. നിങ്ങളെല്ലാവരും കണ്ട, നിങ്ങളതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അദ്ദേഹത്തിനെ പേടിപ്പിച്ച് സ്തംഭിപ്പിച്ച് നിർത്തിയിട്ടാണ് അദ്ദേഹം 1 മണിക്കൂറിനുള്ളിലാണ് എന്നെ പുറത്താക്കിയത്. ഇവിടെ ഒരു അച്ചടക്ക സമിതിയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ചെയർമാനായിട്ടുള്ള. അത് എന്തിനു വേണ്ടിയായിരുന്നു? ആ അച്ചടക്ക സമിതിയെ പോലും ആ അച്ചടക്ക സമിതിക്ക് പേടിയായിരിക്കും ചിലപ്പോൾ VD സതീശന്. അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഒന്ന് ചോദിക്കുമായിരുന്നു, എന്താണ് കാരണം എന്നൊന്ന് അറിയണമല്ലോ, എന്താണ് കാരണം? സിമി റോസ്ബെൽ അങ്ങനെ വനിതകളെ ചീത്ത പറയുന്ന ആളല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ വനിതകളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണെന്നും എല്ലാ കാലത്തും